കൊച്ചി നഗരത്തിൽ ഓരോ ദിവസവും മരങ്ങൾ നിഷ്കരണം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പച്ചപ്പില്ലാതായതാണ് നഗരത്തിലെ കടുത്ത ചൂടിന്റെ ഒരു പ്രധാന കാരണമായി കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു മനുഷ്യന് ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാൻ 16 മരങ്ങൾ ചുറ്റും വേണമെന്നാണ് ശാസ്ത്രം. മരമൊരുക്കുന്ന കുടക്കീഴിൽ കഴിയാനുള്ള ഭാഗ്യം നഗരത്തിൽ മഹാരാജാസ് കോളേജിലും മറൈൻ ഡ്രൈവിലുമായി ചുരുങ്ങുമ്പോൾ ബാക്കിയിടങ്ങളെല്ലാം മറയില്ലാതെ അടിക്കുന്ന കൊടുംചൂടിൽ പൊള്ളിക്കിടക്കുന്നു. നഗരം മുഴുവൻ കോൺക്രീറ്റ് കാടുകൾ വ്യാപിച്ചപ്പോൾ മരണമണി മുഴങ്ങിയത് മരങ്ങൾക്കാണ്. ദേശീയപാതയിലെ വെയിലിന് ആശ്വാസമായി നട്ടുവളർത്തുന്ന മീഡിയനിലെ മരങ്ങളും നിഷ്കരുണം മുറിച്ചു മാറ്റപ്പെടുന്നു. ഒരു മരം വെട്ടുമ്പോൾ ഇത്രയും രൂപ ഗവൺമെന്റിന് അത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു മരം വെട്ടിക്കോട്ടെ എന്നുവെച്ചാൽ ആ രൂപ എന്ന് പറഞ്ഞാൽ ഒരു 1000 രൂപീസ് 2000 രൂപീസ് അല്ല, സീറോൺ 25,000 30,000. എന്തിനീ മരം വെട്ടണം? ശരിക്കും നമ്മളുടെ ഒരു ജീവിതം എടുക്കണമെന്നുണ്ടെങ്കിൽ കോടതി ആയാലും നിയമം ഇതിനൊക്കെ സമ്മതിക്കും. അതേപോലെ തന്നെ മരങ്ങൾക്കൊരു ജീവിതമുണ്ട്. നമ്മൾക്ക് വേണ്ടി ഇത്ര ഈ വെയിലും മഴ എല്ലാം കൊണ്ട് നിൽക്കണം. ഈ മരങ്ങളൊക്കെ വെട്ടി ഇപ്പൊ പറയണ പോലെ റോഡ്സ് ബിൽഡിങ്സ് എല്ലാം മരങ്ങൾ ഇല്ലാതായതാണ് കൊച്ചിയിൽ വേനൽ ചൂടിന് കാഠിന്യമേറിയതിന്റെ ഒരു പ്രധാന കാരണം. വിവിധ തരത്തിലുള്ള ഉപകാരമുള്ളതാണ് വലിയ വലിയ മരങ്ങൾ. അതെല്ലാം വെട്ടി മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരിടത്ത് പോലും മരം കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടാക്കിയത് ഈ ചൂടിൻ്റെ കാഠിന്യം കൂട്ടാൻ സഹായിച്ചു. വിദ്യാലയങ്ങളിലും കോളേജ് ക്യാമ്പസുകളിലും ആശുപത്രികളിലുമെല്ലാം മരങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വഴിവെക്കിൽ സർക്കാർ ആഘോഷപൂർവ്വം നട്ടുപിടിപ്പിച്ച തണൽമര തൈകളിൽ ഭൂരിഭാഗവും അകാല ചരമമടഞ്ഞു. ഇനി ശേഷിക്കുന്ന മരങ്ങളെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിൽ അതിന് നഗരവാസികൾ നൽകേണ്ടി വരുന്ന വില വലുതായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. കാക്കയ്ക്കിരിക്കാൻ പോലും തണലില്ലാത്ത അവസ്ഥയാണ് കൊച്ചി നഗരത്തിൽ. ഉള്ള മരങ്ങളാകട്ടെ ഇങ്ങനെ ദിവസവും വെട്ടി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് ജീവിക്കാൻ മരങ്ങൾ അത്യാവശ്യമാണെന്ന സത്യം പോലും ആളുകൾ ഓർക്കാതെ പോവുകയാണ്. അനുദിനം പച്ചപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിൽ നിന്ന്